വന്നിരിക്കുന്നത് ചോക്ലേറ്റ് കപ്പ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കപ്പ് കേക്കാണിത്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും ഈ ഒരു കപ്പ് കേക്ക്. അപ്പോൾ നമുക്ക് ഈ ഒരു കപ്പ് കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ബട്ടർ മിൽക്ക് റെഡിയാക്കി എടുക്കണം. അതിനുവേണ്ടി ഞാൻ ഒരു കപ്പ് പാലെടുത്തിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറുള്ള പാലാണ്. 250 ml കപ്പിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നാരങ്ങ നീരും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്ത് 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്ക് ബട്ടർ മിൽക്ക് കിട്ടും. ഞാൻ 1 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോറാണ് എടുത്തിരിക്കുന്നത്. 250 ml കപ്പിൽ 1 കപ്പ് എടുത്തിട്ടുണ്ട്. പഞ്ചസാര 3/4 കപ്പ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 കപ്പ് എടുക്കാം. 1.5 ടേബിൾ സ്പൂൺ പാൽപ്പൊടി എടുത്തിട്ടുണ്ട്. 1/4 കപ്പ് കൊക്കോ പൗഡർ, 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഓൾ പർപ്പസ് ഫ്ലോറിലേക്ക് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുകയാണ്. പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് അധികമായി പോവരുത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുകയാണ്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാ ഇൻഗ്രീഡിയൻസും കറക്റ്റ് മെഷർമെൻറ്റിൽ തന്നെ എടുക്കണം. അപ്പോഴേ നമുക്ക് കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു ബൗൾ എടുക്കുക. അതിലേക്ക് ഞാൻ 2 മുട്ടയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ്. മുട്ടയിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇത് പൊടിച്ച പഞ്ചസാരയൊന്നുമല്ല, ഗ്രാനുലേറ്റഡ് ഷുഗറാണ്. ഇനി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ വിസ്ക് ഉപയോഗിച്ചിട്ടാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബീറ്റർ ഉപയോഗിച്ച് ബീറ്റ് ചെയ്തെടുക്കാം. 5 മിനിറ്റ് നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പം ഞാൻ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ ചേർത്ത് കൊടുത്ത് അധിക സമയം ബീറ്റ് ചെയ്യരുത്. 2 സെക്കൻഡ് മാത്രം ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ബട്ടർ മിൽക്കും ചേർത്ത് കൊടുക്കണം. ആദ്യം തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിന് മുകളിലായിട്ട് കുറച്ച് ബട്ടർ മിൽക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. സാവധാനം വേണം ഫോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. വീണ്ടും നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. മുകളിലായിട്ട് കുറച്ച് ബട്ടർ മിൽക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ എല്ലാ ഇൻഗ്രീഡിയൻസും നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഹാൻഡ് വിസ്ക് കൊണ്ട് തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഒരു സ്പാച്ചില ഉപയോഗിച്ച് ഫോൾഡ് ചെയ്തെടുത്താലും മതി. ഇപ്പോൾ ഇതാ എല്ലാ ഇൻഗ്രീഡിയൻസും മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതായിരിക്കും ഈ ഒരു മിക്സിൻ്റെ കൺസിസ്റ്റൻസി കേട്ടോ. ഇപ്പോൾ കേക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പേപ്പർ കപ്സ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടും ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ബാറ്റർ ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് 1/4 ഭാഗം മാത്രം ബാറ്റർ ഒഴിച്ച് കൊടുക്കുക. അല്ലെങ്കിൽ കേക്ക് റെഡിയായി വരുന്ന സമയത്ത് ബാറ്റർ പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ കപ്പ് എടുക്കുന്ന സമയത്ത് സിംഗിളായിട്ട് കപ്പ് എടുക്കാതെ 2-3 കപ്പ് എടുക്കുക. അപ്പോൾ നമുക്ക് കേക്ക് അടിയിലൊന്നും പിടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. ബാറ്റർ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് ടാപ്പ് ചെയ്തെടുക്കുക. ഈ ഒരു കേക്ക് ഞാൻ സ്റ്റൗ ടോപ്പിലാണ് റെഡിയാക്കി എടുക്കുന്നത്. അതിനുവേണ്ടി ഞാൻ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇനി ഈ പാൻ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്ത് വെക്കണം. 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് പ്രീ ഹീറ്റ് ചെയ്ത് വെക്കാം. 5 മിനിറ്റിന് ശേഷം ഇതിലേക്ക് കേക്ക് ബാറ്റർ വെച്ച് കൊടുക്കാം. അതിന് മുൻപായിട്ട് ഞാൻ സ്റ്റീൽ പാത്രം വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കേക്ക് ബാറ്റർ വെച്ച് കൊടുക്കാം. ഇനി ലോ ഫ്ലെയിമിലിട്ടിട്ട് 15 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ കേക്ക് റെഡിയായി കിട്ടും. ബാക്കിയുള്ള ബാറ്റർ ഞാൻ ഓവനിലാണ് ചെയ്തെടുക്കുന്നത്. എല്ലാ പേപ്പർ കപ്സിലും നമുക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. 160 ഡിഗ്രിയിൽ 15 മിനിറ്റ് കൊണ്ട് നമ്മൾ ഈ കേക്ക് റെഡിയായി കിട്ടും കേട്ടോ. ഞാൻ ഓവന് 160 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ കേക്ക് 15 മിനിറ്റ് കൊണ്ട് റെഡിയായി വന്നിട്ടുണ്ട്. 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് അതിനുള്ളിൽ നമ്മളെ കേക്ക് റെഡിയായി കിട്ടും കേട്ടോ. ഈ ഒരു ബാറ്റർ വെച്ചിട്ട് എനിക്ക് 18 കേക്കാണ് കിട്ടിയിരിക്കുന്നത്. ഇനി കേക്ക് ഒന്ന് ചൂടാറി വരുമ്പോൾ ഞാൻ ഇതൊന്ന് ഐസിങ് ചെയ്ത് എടുക്കുന്നുണ്ട്. നിർബന്ധമൊന്നുമില്ല. ഞാനിപ്പോൾ ചോക്ലേറ്റ് ഐസിങ് ആണ് ചെയ്തെടുക്കുന്നത്. വിപ്പിംഗ് ക്രീമിൽ കുറച്ച് ചോക്ലേറ്റ് ഗനാഷാക്കി ചേർത്ത് ഒന്ന് ഐസിങ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്തതന്നേ ഉള്ളൂ. ഐസിങ് ചെയ്യാതെയാണ് ഈ ഒരു കേക്ക് കഴിക്കാൻ ടേസ്റ്റ്. എനിക്ക് ഓവനിൽ ഉണ്ടാക്കിയ കേക്കിനേക്കാൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തോന്നിയത് സ്റ്റൗ ടോപ്പിൽ ഉണ്ടാക്കിയ കേക്കാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കേക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം. നിങ്ങൾ ആരെങ്കിലും ഇപ്പോൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.